ഇത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഇന്ന് 3 റിക്രൂട്ട്മെന്റ് നമ്മളൊരു 30 നമ്മളെ ഫാമിലിയിലേക്ക് സൗണ്ട് കുറച്ച് കൂട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണുള്ളത്. ഇന്ന് നമ്മുടെ MRGയുടെ ഫാമിലിയിലേക്ക് 3 മെമ്പേഴ്സ് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അവര് നിങ്ങൾ ഇപ്പോഴുള്ള ഒരു ബോണ്ട് ഉണ്ട്, നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബോണ്ടിൽ തന്നെ അവരെ നിങ്ങൾ കൂടെ നിർത്തണം. അവർക്കൊരു എന്താ പറയാ, ഒരു ഔട്ട്സൈഡർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റൂല, എന്തായാലും 2 ചെയ്യുമ്പോൾ ഓക്കെ ആവും. പക്ഷെ എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഒരു ഔട്ട്സൈഡർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അവർ വേറൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനത്തെ ഒരു അകൽച്ച ഇവിടെ അവർക്ക് ഇപ്പൊ നമ്മളൊരു ബോണ്ട് ഉണ്ട്, നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഫാമിലിയാണ്, മണലിന്റെ ഫാമിലിയാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അന്നത്തെ സ്ഥലത്ത് നമുക്ക് ഇപ്പൊ ആരോടും പറയാം നമ്മുടെ ഒറ്റ ഫാമിലിയാന്ന് ഒറ്റ കെട്ടാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 3 മെമ്പേഴ്സ് വരുന്നുണ്ട്. അവരെ നല്ല രീതിയിൽ നോക്കുക, നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആവുക, അവർക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെയുള്ള ഗ്യാങ് ഫണ്ടിന്റെ കളക്ഷൻ ഉണ്ട്. അപ്പൊ അത് 1-ാം തീയതിയിലേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്, 10 CR വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കട്ടെ. മാക്ക് വിളിച്ചോ ഒരു വണ്ടി ഒന്ന് കൊണ്ടുവരാം. നമുക്ക് 3 റിക്രൂട്ട്മെന്റ് ആണുള്ളത്. 3ഉം ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഞാനൊരു വണ്ടിയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാം. 1 by 1 വിളിച്ചാ 1 by 1 തന്നെ ഇറങ്ങുള്ളൂ വണ്ടിന്ന്. ദിനക്ക് തിക്കുത്താന 3 PvP പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, വെയിറ്റ് വന്ന് ആരെങ്കിലും ഇടിച്ചിടും. ആദ്യം ഇറങ്ങുന്നെന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ടെൻഷൻ ആവുണ്ടോ നിങ്ങക്ക്? വിളിച്ചു പോവാനേ വിളി ബിലാലെ. ഫസ്റ്റ് നമ്മള് വെൽക്കം ചെയ്യാണ്. MRC വെൽക്കമിങ് ഡയോസ് സ്പീഡോ ടു MRC. സ്പീഡോ ഹായ് വെൽക്കം ടു MRG ഫാമിലി. അപ്പോ എന്താ പറയാ, നമ്മളിവിടെ ഒരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഫാമിലിയിലേക്ക് നമ്മളൊരാളെ അത്രയും ഇഷ്ടം കൊണ്ടും അത്രയും ഇതുകൊണ്ടും ക്ഷണിക്കുകയാണ്. അപ്പം ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് തുടരാം. നമുക്ക് ഒറ്റ ഫാമിലിയായി ഇനി അങ്ങോട്ട് അടിച്ചും കൊടുത്തും കൊണ്ടും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോ റെഡി അല്ലേ? ഓക്കെ. മുമ്പ് ഏത് ഫാമിലിയാ? എനിക്കറിയാം, ഞാൻ ബാക്കിയുള്ളവർക്ക് ഇതാകാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ. ഓക്കെ, വെൽക്കം ടു MRG ബ്രദർ. സ്പീഡോ എന്താ പറയാ? സന്തോഷം. ഹാപ്പി അല്ലേ? വെൽക്കം ടു MRG എന്നല്ലേ? വെൽക്കം സ്പീഡോ പ്രഡിക്റ്റഡ്. കുറച്ച് ആൾക്കാർ എന്തായാലും അത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വേറെ 2 റിക്രൂട്ട്സ് ഉണ്ട്, അതും കിട്ടിയ റിക്രൂട്ട്സ് ആണ്. വേറെ 2 റിക്രൂട്ട്സ് 2-3 റിക്രൂട്ട്സ് നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ആളെ വിളിച്ചു. അടുത്ത ആളെ വിളിച്ചോ. സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ സെക്കൻഡ് റിക്രൂട്ട്മെന്റ് നമ്മള് ഡയോസിൽ തന്നെ. വെൽക്കം ഡയോസ് ചരൺ ടു MRG. ശരൺ, വെൽക്കം ടു MRG ബ്രദർ. നമ്മളൊരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ബ്രോന.
അപ്പോ നമുക്ക് നമ്മളൊരു ഫാമിലി മെമ്പർ ആയിട്ട് എന്താ പറയാ ഇനി അങ്ങോട്ട് അടിച്ചു കൊണ്ടും കൊടുത്തും എല്ലാം നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് പോവാം. അപ്പോ വെൽക്കം ടു MRG ബ്രദർ. താങ്ക് യു. എന്താ പറയാനുള്ളടാ ചരണേ? സന്തോഷ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ വീട്ടിലെ പുറത്തൊക്കെ നല്ല സംസാരമാണ് ഇത്. അതെ വെൽക്കം 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 വെൽക്കം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ബിലാൽ അടുത്താണ് വിളിച്ചോ. അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. വെൽക്കമിങ് എല്ലാരും കിഡു ടു MRC. www വന്നേ കിഡോ വെൽക്കം 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 ടു MRG. അപ്പൊ കിഡുവായിട്ട് തന്നെ ഇവിടെ പോണം. നമുക്ക് എന്താ പറയാ അടിപൊളിയായിട്ട് പോവാം. അല്ലേ? ഓക്കെ. എന്തിനും ഏതിനും നമ്മളെല്ലാരും കൂടെ ഉണ്ടാവും കേട്ടോ. ഒന്നും പേടിക്കണ്ട. ഒറ്റ ഫാമിലി MRG. 3 പേരായി. അപ്പൊ വെൽക്കം ബ്രോ. എന്താ പറയാനുള്ളത്? അല്ല കിഡുവിനെ നിങ്ങൾ പ്രഡിക്റ്റഡ് എന്ന് പറയണ്ട. കിഡു നിങ്ങൾ അങ്ങനെ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാരും കിഡു അത് നിങ്ങൾ ആരും പറയണ്ടോ? എന്താണ് പറയാ കിഡു? എന്താ പറയാനുള്ളത്? പറയണ്ടോ? പറ. ഇല്ല, ഹാപ്പിയാണ് ഹാപ്പിയാണ്. അവര് പറഞ്ഞത് തന്നെ. ഒരു 3 പിതിങ്ങാളില്ലേ മാക്കേ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പ്രശ്നമാണ്. ഇല്ല അതൊക്കെ സ്പീഡോടെ ഞാൻ സമ്മതിക്ക് പറയത്തില്ല കേട്ടോ. അത് റെഡി ആയിക്കോളൂ. കിഡോന്റെ സ്പെല്ലിംഗ് KIDD KDU. നോക്കിയ ഒന്നല്ല. മൂന്നുപേർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ ഈ പുതിയ വന്ന 3 പേര് പുറത്തുനിന്ന് നോക്കുമ്പോൾ MRGനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? 3 പേര് ഒന്ന് നിങ്ങൾ പുറത്തുനിന്ന് കണ്ട, അതായത് ഇതിന് ഇവിടെ വരുന്നതിന് മുമ്പുള്ള MRGനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നിങ്ങളൊരു എന്താ പറയാ ഒരു POV. ഒരു എന്താ അത്യാവശ്യം നല്ല രീതി എല്ലാം കൊണ്ടും നല്ല കിടലായിട്ട്. അപ്പൊ അല്ല അങ്ങനെയല്ല, കുറച്ചും കൂടി പറ. എന്താണ് നമ്മളെ ഈ MRGനെ കുറിച്ച് എന്താ തോന്നിയത്? എങ്ങനെ ആകർഷകനായി? എന്താന്ന് എന്റെ 2 വാക്ക്. നിങ്ങൾ പേടിച്ചിട്ടാണുള്ളത്? എന്നാന്നും പറയാം. ആദ്യത്തെ ഇതാണ്, വാക്കൊന്നും കിട്ടുന്നില്ല. അല്ല ഞാൻ പറയാം. അത് ഇവര് ആക്ച്വലി എല്ലാവർക്കും അറിയാം. ഇവര് എക്സ് ഗാങ് ഡയോസ് ബെല്ലാരി ഇപ്പം കറന്റ്ലി ഇവിടെ നമ്മളെ സിറ്റിയിൽ ഇല്ല, ഡിസ്മാൻഡിലായി പോയി. ഇവരത്രയും കമ്മിറ്റ്മെന്റിൽ നിന്നതിനെ ഗ്യാങ് ആയിരുന്നു അത്. ഇതിന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡോനെ ഇതിന് മുമ്പ് നമ്മൾ ഒരൊട്ടം ഇൻവൈറ്റ് ചെയ്തിരുന്നു. സ്ലോട്ട് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്തപ്പം സ്പീഡോക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരാഞ്ഞത്. പിന്നെ ഇവരെ എക്സ് ഗ്യാങ് ലീഡർ ലീഡറൊക്കെ ആയിട്ടുള്ള പിന്നെ അതേപോലെ സർക്ക് ഇവരുടെ ഒക്കെ ഒരു സംസാരിച്ച് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് തന്നെയാണ് അവരിവിടെ കയറിയിട്ടുള്ളത്. അപ്പം ഇവരിന്ന് മുതൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ ഇവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ ഇവർ ഇതേപോലെ കമ്മിറ്റ്മെൻറ്റിലും അത്രയും നമ്മളോട് അത്രയും സിൻസിയറായിട്ട് നിൽക്കുന്ന പയ്യന്മാരാണ്. അപ്പോൾ എല്ലാവരും ആ റെസ്പെക്റ്റും ഇതൊക്കെ എല്ലാവരും തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, വെൽക്കം ഗൈസ് വെൽക്കം ടു MRG. അതാ ഞാൻ പറഞ്ഞത്, പുതിയ ആൾക്കാരായിട്ട് അത് കാണരുത്. എന്തായാലും ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതാക്കിയത് നിങ്ങൾ മാക്സിമം കമ്പനി ആവുക, പെട്ടെന്ന് തന്നെ ജെല്ലാവുക. പിന്നെ ചിൽ പ്ലക്കി വിഎക്സ് എന്ന് പറഞ്ഞാൽ സ്പാമി അല്ലേ? ചില്ലാവും. നടയടിയോ ആയിരിക്കും രാജുവിലേക്ക് കൊടുക്കണ്ടേ? പിന്നെ പുതിയ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അടുത്ത 1-ാം തീയതി ആവുമ്പോക്ക്, ഈ മാസം കഴിഞ്ഞ് 1-ാം തീയതി ആവുമ്പോക്ക് 10 CR ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുന്നുണ്ട്. അപ്പോ മാക്സിമം ശ്രമിക്കുക. 10 CR ആണ് നമ്മുടെ ടാർഗറ്റ്.
അത് എന്തായാലും കിട്ടേണ്ടതാണ്. ഇവിടെ എല്ലാ മെമ്പേഴ്സും ഇതുവരെ എല്ലാവരും തന്നുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ പുതിയതായിട്ട് ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, ലൈനപ്പ് പോയിക്കോ നിങ്ങൾ ബാക്കപ്പ് വരുന്ന ലൈനപ്പ്. അപ്പൊ ഡിസ്പോസ് ആയിക്കോട്ടെ മീറ്റിംഗ്. അല്ല ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യാണ്ട് കഴിഞ്ഞ പ്രാവശ്യം തരാത്ത ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചോക്കെ. അത് അയ്യോ ഞാൻ മറന്നുപോയി. അത് ബ്ലേക്ക് ഒന്ന് മുമ്പോട്ട് വരുമോ? ഞാനൊന്ന് അഫ്ഗാണേ. ബ്ലേക്ക് മേടിച്ചാലും ഞാൻ പറയുന്ന ഒരാളെ ഏൽപ്പിച്ചാണ്ട് മൊത്തത്തില് മേടിച്ചാലും മതി അതെ, ഞാൻ ബ്ലേക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മുമ്പത്തെ. പക്ഷെ പിന്നെ നമ്മൾ എന്തെല്ലാം വാറിലും ഇതിലുമായിട്ട് അങ്ങ് പോയി അല്ല, ബ്ലേക്കിനെ ഒന്നും പറയാൻ പറ്റൂല, കാരണം നമ്മളെല്ലാരും ബിസി ആയി പോയി. അപ്പൊ ഓരോരുത്തരായിട്ട് ഇതിന് ശേഷം ഇനി ബാക്കിയുള്ളത് ബ്ലേക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരിക്കും Kindly knock bro, thank you for the 200 rupees super chat. Okay. What's the current war win streak now? Current war win streak 9 അല്ലേ? 9. What's the current war win streak? അല്ല, അത് കഴിഞ്ഞ മാസത്തല്ലേ? കഴിഞ്ഞ മാസത്തല്ല, ഇപ്പൊ നെക്സ്റ്റ് ഗ്യാങ് ഫണ്ടിന്റെ പൈസ അവർ ആദ്യമേ തന്നോ? ആദ്യമേ തന്നതാ. ഇപ്പൊ Okay. 6 എക്സ്ട്രാ അഡ്വാൻസ് നമുക്ക്. ഓക്കെ. അപ്പൊ ഓരോരാളായിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് തന്നോളൂ. ഓരോരാളായിട്ട് തന്നോളൂ. അപ്പൊ എന്റെ 3 CR ബ്ലാക്ക് കൊടുക്കണം. ആരെ? ഓരോരാളിൽ ഫസ്റ്റ് ലൈനിൽ നിന്ന് ഓരോരാളായിട്ട് വന്നോളൂ. പപ്പ 3 CR ബ്ലാക്ക്. ഗ്യാങ് ഫോട്ടോ എടുക്കണം. എനിക്ക് തന്നാ മതി. കച്ചിന് ആമസം വന്നല്ലേ 10 കോടി കൂടുതൽ. നിന്റെ 10 CR ഉണ്ട്. നീ 3 CR ബ്ലാക്ക് മണി എടുത്തത്. ആ ബ്ലാക്ക് മണി ഇല്ലെങ്കിൽ മുട്ട മണി ഞാൻ ബെട്ട് ചെയ്ത് കൊടുക്കും. ബ്ലാക്ക് മണി ഉണ്ടാക്കിട്ട് കൊണ്ടുവന്നു. നാപ്പണ്ടല്ലേ 10 കോടി 3 ബ്ലാക്ക്. അതെ അത് ഞാൻ മാക്കിന്റെ കൊടുത്തിട്ടുണ്ട്. ചക്കമാരി കൊടുത്തോ? അല്ലല്ല നീ സിറ്റി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയി തല കാണിച്ച എന്റെ മണി ഞാൻ തിരിച്ചു തന്നു. നിനക്ക് വണ്ടി പണി ആയതുകൊണ്ട് ആവശ്യത്തിലാറ് കൺസിഡറേഷൻസ് ഞാൻ തന്നീനു. ഒരു കാര്യം ചെയ്ത് നീ ഇന്ന് തരണ്ട, നാളെ താ. നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഏത് നാളെ നീ ഇതല്ല, നീ നാളെ ഫസ്റ്റ് മുതലുള്ള സാധനം തരാന്ന് പറഞ്ഞത് മൊത്തം. അതില് ചെറിയൊരു കൺസിഡറേഷൻസ് ഉണ്ടാവുന്നുള്ളൂ. 25 ചെയ്യാറില്ല, 15 ഇങ്ങോട്ട് വരുമോ? എവിടെ ബാക്കിലേക്ക് വാ. ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതെന്താ അറിയോ, ഓരോരുത്തന്മാര് അവന് കൊടുത്തു ഇവന് കൊടുത്തു, ഓനോട് ചോദിക്കുമ്പോ വരാത്തവന് കൊടുത്തു പറഞ്ഞു ഉരുളുന്നുണ്ട് കുറെ ആൾക്കാര്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു ഓർഡർ ആക്കിയിട്ടുണ്ട് ബ്ലേക്ക്. അപ്പം ബ്ലേക്ക് തന്നെ ആ ഓർഡറിൽ കളക്ട് ചെയ്തോട്ടെ, എന്നിട്ട് തരാത്തവരത് അല്ലെങ്കിൽ കിട്ടാത്തവരത് ഞാൻ POV ഇല്ല. നിങ്ങൾ ലൈവിലുള്ളവർ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ലൈവിൽ നോക്കിയെടുക്കാൻ പറ്റും. അല്ല, ഒരു കാര്യം ചെയ്യാൻ പറയാ, ഫുള്ള് നീ കളക്ട് ചെയ്താൽ മതി. നിന്നെ ഏൽപ്പിക്കാത്ത ആൾക്കാരെ ലിസ്റ്റ് നീ നമ്മുടെ അടുത്ത് തന്നാ മതി. ഓരോരുത്തർ നമ്മള് വാങ്ങിക്കോളാം, നമ്മൾ ഷൂട്ട് ചെയ്തോളാം. ഷമീർ പറഞ്ഞോളൂ. ഞാൻ പറയാം. റേഡിയോ സൈലന്റ് ആവും. എടാ ബുള്ള സൈലന്റ് ആവും. ഹലോ, എനിക്ക് അങ്ങോട്ട് ഗ്യാങ് ഫണ്ട് എല്ലാം വാങ്ങുന്നത് ബ്ലേക്ക് ആയിരിക്കും. അപ്പൊ ബ്ലേക്കിന്റെ കയ്യിൽ എല്ലാവരും ക്യാഷ് കൊടുക്കേണ്ടതാണ്. ഇത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഞാനും ഷെയ്ക്കും മാക്കും കൂടി കുറച്ച് തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ എല്ലാവരും ഗ്യാങ് ഫണ്ട് പറ്റുന്നത്ര എല്ലാവരും ഇന്നത്തെ ബ്ലേക്കിനാണ് കൊടുക്കേണ്ടത്. എത്ര 50 CR അല്ലേ? ബാക്കി ഞാൻ കൊടുത്തോളാം. നാളെ നാളെ കൊടുക്കാം. എടാ നിങ്ങളെ ഇത് നിങ്ങളോട് ചോദിക്കുമ്പോ അത് മറ്റേ ആളടുത്ത് കൊടുത്തിക്കണ, അപ്പാപ്പൻ്റെ അടുത്ത് കൊടുത്തിക്കണ, ജാസിന്റെ അടുത്ത് കൊടുത്തിക്കണ പറഞ്ഞാണ്ട് ഉരുളരുത്, മനസ്സിലായി? ഇത് പ്രോപ്പർ ആയിട്ട് എല്ലാരും ബ്ലേക്കിനെ ഏൽപ്പിക്കുക. ആരാണേലും ബ്ലേക്കിനെ ഏൽപ്പിച്ചാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് ബ്ലേക്കിനെ ഏൽപ്പിച്ചാൽ മതി. 20 കോടിയാന്ന് ഓർമ്മിക്കില്ല. റേഡിയോ കണക്ട് ആക്കാൻ പറയുന്നോ? ആരോട്? സാറിന് 3 CR ഇപ്പൊ വന്ന്
Thank you. എടാ റേഡിയോയില് കയറാ റേഡിയോയില് കയറാ സ്പീഡോ സ്പീഡോ ചരണേ 71 റോള് എന്തായാലും ഇന്ന് പുറത്ത് കൊടുക്കാം. ഓക്കെ ഇന്ന് പുറത്ത് കൊടുക്കാം. ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ 71 7 എന്നാ പിന്നെ നാളെ എന്തായാലും സെറ്റ് ചെയ്ത് തരാം. അത് കുഴപ്പമില്ല. അത് ഇന്ന് ഇടാൻ എന്താ വെച്ചാൽ ആരെങ്കിലും ഇവിടെ MRG അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേര് കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ഇടാൻ